ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ക്ലാസിക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചറിലെ ദി എനീഡ് എന്ന എപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഒഡീസിയിലെ പോലെ ഒരു യാത്രയുടെ കഥ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒഡീസിയിൽ യുദ്ധത്തിൽ വിജയിച്ച ഒഡീസിയസിൻ്റെ യാത്രയായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഈനിയസിൻ്റെ യാത്രയാണ്. നമ്മളിവിടെ ഇതിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് സമ്മറി നോക്കാം. ബുക്ക് 1. The Trojans sail for Italy. Aeneas and his Trojan comrades set sail for Italy after the fall of Troy. ട്രോജൻ യുദ്ധത്തിൽ ഈ ട്രോയ് നഗരത്തിലെ ആളുകൾ പരാജയപ്പെട്ടതിന് ശേഷം അവർ ഇറ്റലിയിലേക്ക് രക്ഷപ്പെടുകയാണ്. ഈനിയസിൻ്റെ ലീഡർഷിപ്പിലാണ് അവശേഷിക്കുന്ന ആളുകളുമായിട്ട് അവർ ഇറ്റലിയിലേക്ക് രക്ഷപ്പെടുന്നത്. എൻകൗണ്ടർ എ സ്റ്റോം, സീക്ക് റെഫ്യൂജ് ഇൻ കാർത്തേജ്. അപ്പോൾ നമ്മൾ ഒഡീസിയസിൻ്റെ യാത്രയിൽ കണ്ടതുപോലെ ഒരുപാട് പ്രതിബന്ധങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇവരും മുന്നോട്ട് പോകുന്നത്. ഒരു സ്റ്റോം, ഒരു പേമാരിയൊക്കെ അവർക്ക് നേരിടേണ്ടി വരുന്നു. അങ്ങനെ അവർ കുറച്ച് സമയം കാർത്തേജിൽ ചെലവഴിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. ദ ഫോൾ ഓഫ് ട്രോയ്. ഈനിയസ് റീകൗണ്ട്സ് ദ ഫോൾ ഓഫ് ട്രോയ് ഇൻക്ലൂഡിങ് ദ വുഡൻ ഹോഴ്സ് ആൻഡ് ദ ഡെത്ത് ഓഫ് പ്രിയം. ഇനി രണ്ടാമത്തെ ബുക്കിനകത്ത് പറയുന്നത് ഈ യുദ്ധത്തിൽ ഇവർ പരാജയപ്പെട്ട കഥയെ ഈനിയസ് ഓർക്കുന്നതാണ്. ആ വുഡൻ ഹോഴ്സ്, ഈ മരക്കുതിരയ്ക്കകത്ത് ഈ ഗ്രീക്ക് പടയാളികൾ ഒളിച്ചിരുന്നു കൊണ്ട് ട്രോയ് നഗരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതും അങ്ങനെ ഇവർ യുദ്ധത്തിൽ പരാജയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന യോദ്ധാവായിരുന്ന പ്രിയം കൊല്ലപ്പെടുന്ന കാര്യമൊക്കെ അവിടെ പരാമർശിക്കപ്പെടുന്നു. എസ്കേപ്പ് ഫ്രം ട്രോയ് വിത്ത് ഹിസ് സൺ അസാനിയസ് ആൻഡ് ഫാദർ ആൻജിസസ്. അങ്ങനെ ഈ ഈനിയസ് ഈ ട്രോയ് നഗരം പിടിച്ചടക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ പുത്രൻ്റെയും പിതാവിൻ്റെയും കൂടെ അവിടെ നിന്ന് ഇറ്റലിയിലേക്ക് രക്ഷപ്പെടുകയാണ്. ബുക്ക് 3. വാണ്ടറിങ്സ്. ഈനിയസ് നരേറ്റ്സ് ഹിസ് വാണ്ടറിങ്സ് ഇൻക്ലൂഡിങ് എൻകൗണ്ടേഴ്സ് വിത്ത് ഹാർപ്പീസ് ആൻഡ് ദ ഡെത്ത് ഓഫ് ആൻചൈസസ് ഇൻ ഡ്രെപ്പാനം. ഇനി തുടർന്ന് പറയുന്നത് ഈ ഒരു യാത്രയെ കുറിച്ചിട്ടാണ്. ഈ യാത്രയിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതിലൊന്ന് എൻകൗണ്ടർ വിത്ത് ഹാർപ്പീസ് ആണ്. ഹാർപ്പീസ് എന്ന് പറയുന്നത് പക്ഷിയുടെ ശരീരവും മനുഷ്യൻ്റെ മുഖവുമുള്ള ജീവികൾ എന്നാണ് പറയുന്നത്. ഇവരുടെ യാത്രയിൽ അവരുമായിട്ടൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. അങ്ങനെ ഈ യാത്ര വളരെ ദുരിതം പിടിച്ചതാവട്ടെ എന്ന് ശപിച്ചുകൊണ്ടാണ് ഈ ഹാർപ്പീസ് ഇവരെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ ഇവർ ഒരുപാട് ദുരിതത്തോട് കൂടിയിട്ടൊക്കെ ഈ യാത്ര തുടരുകയാണ്. ആ യാത്രയിൽ ഇടയിൽ ഇയാളുടെ പിതാവ് മരണപ്പെടുന്നുണ്ട്. ദിദോ ആൻഡ് ഈനിയസ്. ഈനിയസ് അറൈവ്സ് ഇൻ കാർത്തേജ്. ക്യൂൻ ദിദോ ഫോൾസ് ഇൻ ലവ് വിത്ത് ഹിം. ഇനി ഇവരിങ്ങനെ ഒരുപാട് യാത്ര തുടർന്നതിന് ശേഷം ഈ കാർത്തേജിൽ എത്തിപ്പെടുന്നു. അവിടെയുള്ള രാജ്ഞിയായിട്ടുള്ള ദിദോ ഇവരെ സ്വീകരിച്ചിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. അപ്പോൾ ഈനിയസിൻ്റെ അടുത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ യുദ്ധത്തിൻ്റെ കഥയും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു സഹതാപവും തുടർന്ന് പ്രണയമൊക്കെ അവിടെ ഉണ്ടാവുകയാണ്. ട്രാജഡി അൺഫോൾഡ്സ് ആസ് ഈനിയസ് ലീവ്സ് ദിദോ ടു ഫുൾഫിൽ ഹിസ് ഡെസ്റ്റിനി. അപ്പോൾ ഈ രാജ്ഞി പ്രതീക്ഷിക്കുന്നത് ഈനിയസ് അവിടെ താമസിക്കും, അവിടെ തുടരും, അവരുടെ പ്രണയം അങ്ങനെ തുടരും എന്നാണ്. പക്ഷേ ഈനിയസ് ഈ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള രാജ്യത്തിന് പകരം പുതിയൊരു രാജ്യം കെട്ടിപ്പടുക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ യാത്ര നടത്തുന്നത്. അപ്പോൾ അതിനിടയിൽ അവിടെ ഇങ്ങനെ തങ്ങാൻ കഴിയില്ല എന്നുള്ള കാരണം കൊണ്ട് ഈ രാജ്ഞിയെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഈനിയസ് തൻ്റെ യാത്ര തുടരുകയാണ്. ബുക്ക് 5. ദ ഗെയിംസ് ആൻഡ് ദ സാക്ക് ഓഫ് ട്രോയ്. ഫ്യൂണറൽ ഗെയിംസ് ഫോർ ആൻചൈസസ് ഇൻ സിസിലി. ഇനി ഈ പിതാവിന് വേണ്ടിയിട്ടുള്ള ഫ്യൂണറൽ ചടങ്ങുകളൊക്കെ ഇറ്റലിയിലെ സിസിലിയിൽ വെച്ച് നടത്തുന്നു. ഈനിയസ് റീകൗണ്ട്സ് സാക്ക് ഓഫ് ട്രോയ്. ഈനിയസ് വീണ്ടും ആ ട്രോയ് നഗരം പരാജയപ്പെട്ടതിനെ കുറിച്ചിട്ട് ഓർക്കുകയാണ്. ഇൻക്ലൂഡിങ് ദ ഫേറ്റ് ഓഫ് സിനോൻ ആൻഡ് ദ വുഡൻ ഹോഴ്സ്. സിനോൻ എന്ന് പറയുന്നൊരു യോദ്ധാവാണ് ഈ ഗ്രീക്ക് പടയാളികൾ ഒളിച്ചിരിക്കുന്ന ഈ മരക്കുതിര അവർക്കുള്ള ഓഫറിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഇവരെ പറ്റിക്കുന്നത്. ആ ഒരു കാര്യവും അങ്ങനെ ഇവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടതൊക്കെ ഈനിയസ് വീണ്ടും ഓർക്കുന്നുണ്ട്. ബുക്ക് 6. ദി അണ്ടർ വേൾഡ്. ഈനിയസ് ഡിസെൻഡ്സ് ഇൻ ടു ദി അണ്ടർ വേൾഡ് ഗൈഡഡ് ബൈ ദ സിബിൽ. സിബിൽ എന്ന് പറയുന്നൊരു പ്രവാചക ഇവരെ അണ്ടർ വേൾഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവർക്ക് ഭാവിയിൽ എന്താണ് നടക്കുക എന്നുള്ള പ്രവചനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട്. എൻകൗണ്ടേഴ്സ് വിത്ത് വേരിയസ് ഷെയ്ഡ്സ് ഇൻക്ലൂഡിങ് ഹിസ് ഫാദർ ആൻചൈസിസ്. അവിടെ വെച്ചിട്ട് ഇവരുടെ പിതാവിൻ്റെ ആത്മാവിനെയും മറ്റ് ആത്മാക്കളെയൊക്കെ അവിടെ ഈനിയസ് കാണുന്നുണ്ട്. അവിടെ നിന്നാണ് ഇറ്റലിയിൽ പുതിയൊരു രാജ്യം ഈനിയസ് കെട്ടിപ്പടുക്കുമെന്നും അങ്ങനെ റോമ സാമ്രാജ്യം വീണ്ടും വളർന്നു വരുമെന്നുള്ള ഒരു പ്രവചനമൊക്കെ അയാൾക്ക് ലഭിക്കുന്നത്.
Book 7 The Alliance with Evander. Aeneas arrives in Italy, seeks alliance with King Evander. ഈനിയസ് അങ്ങനെ ഇറ്റലിയിൽ എത്തിയിട്ട് ഇവാൻഡർ രാജാവുമായിട്ട് അവിടെ സഖ്യത്തിൽ ഏർപ്പെടുന്നു. പ്രിപ്പയർസ് ഫോർ വാർ അഗെയിൻസ്റ്റ് ടേർണസ് ആൻഡ് ദ റുത്തൂലിയൻസ്. എന്നിട്ട് അവരുടെ ശത്രുക്കളുമായിട്ടുള്ള യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്തുകയാണ്. ബുക്ക് 8 ദ ഷീൽഡ് ഓഫ് ഈനിയസ്. ഈനിയസ് റിസീവ്സ് എ ഡിവൈൻ ആർമർ ഫ്രം വോൾക്കൻ. വോൾക്കൻ എന്നു പേരുള്ള ഒരു ദൈവത്തിൽ നിന്ന് ഈനിയസിന് ഒരു ആർമർ ലഭിക്കുകയാണ്. ഏറെക്കുറെ നമ്മുടെ മഹാഭാരതത്തിൽ കർണൻ്റെ കവചകുണ്ടലങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് ശത്രുക്കൾക്ക് ആക്രമിക്കാൻ കഴിയാത്തൊരു ആർമർ, അങ്ങനെയുള്ളൊരു സംവിധാനം ഈ ദൈവത്തിൽ നിന്ന് ഈനിയസിന് ലഭിക്കുന്നുണ്ട്. അലൈസ് ജോയിൻ ഫോഴ്സസ് അഗെയിൻസ്റ്റ് ദി അപ്രോച്ചിങ് റുത്തൂലിയൻസ്. അങ്ങനെ റുത്തൂലിയൻസ് അവിടെ സൈന്യ സന്നാഹങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇവരുടെ സഖ്യങ്ങളൊക്കെ ആ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണുള്ളത്. ബുക്ക് 9 ദ ബാറ്റിൽ ബിഗിൻസ്. ദ ട്രോജൻ ആൻഡ് റുത്തൂലിയൻ ആർമീസ് ക്ലാഷ് ഇൻ എ ഫിയേഴ്സ് ബാറ്റിൽ. അങ്ങനെ ഈ ട്രോജൻ സൈന്യവും റുത്തൂലിയൻ സൈന്യവും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. ടേർണസ് ചലഞ്ചസ് ഈനിയസ് ടു സിംഗിൾ കോമ്പാറ്റ്. അങ്ങനെ രണ്ട് സൈന്യങ്ങളുടെയും നേതാക്കന്മാരായിട്ടുള്ള ഈ ഈനിയസും ടേർണസും നേർക്ക് നേർ ഏറ്റുമുട്ടുന്നൊരു സാഹചര്യമൊക്കെ അവിടെ യുദ്ധത്തിലുണ്ടാവുന്നുണ്ട്. ബുക്ക് 10 ദ ഡെത്ത് ഓഫ് പല്ലാസ്. ദ വാർ ഇൻറ്റൻസിഫൈസ് വിത്ത് നോട്ടബിൾ ബാറ്റിൽസ് ആൻഡ് ഹീറോയിക്സ്. സ്വാഭാവികമായിട്ടും യുദ്ധത്തിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇതുപോലെ കുറേ ആളുകൾ നേർക്ക് നേരെ ഏറ്റുമുട്ടിയതിൻ്റെയും കുറേ ആളുകൾ കൊല്ലപ്പെട്ടതിൻ്റെയൊക്കെ കഥകൾ പറയാനുണ്ടായിരിക്കും. അങ്ങനെ വലിയൊരു യുദ്ധം അവിടെ നടക്കുകയാണ്. പല്ലാസ് എ യങ് അലൈ ഓഫ് ഈനിയസ് ഈസ് കിൽഡ് ബൈ ടേർണസ്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് ഈനിയസിൻ്റെ അടുത്ത അനുയായിയായിട്ടുള്ള പല്ലാസ് എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള യോദ്ധാവ് ഈ ടേർണസിൻ്റെ കൈകൾ കൊണ്ട് കൊല ചെയ്യപ്പെടുന്നുണ്ട്. ബുക്ക് 11 ഫ്യൂണറൽ ഗെയിംസ് ഫോർ പല്ലാസ്. ഫ്യൂണറൽ ഗെയിംസ് ആർ ഹെൽഡ് ഫോർ പല്ലാസ്. ഇനി ഈ കൊല്ലപ്പെട്ടിട്ടുള്ള പല്ലാസിന് വേണ്ടിയിട്ടുള്ള ഈ ഫ്യൂണറൽ ചടങ്ങുകൾ അവിടെ നടക്കുകയാണ്. ഈനിയസ് ആൻഡ് ടേർണസ് അഗ്രി ടു എ ട്രൂസ് ടു ബെറി ദെയർ ഡെഡ്. ആ യുദ്ധത്തിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈ ശവസംസ്കാര ചടങ്ങ് നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സൈന്യങ്ങളുടെയും സൈന്യാധിപന്മാർ ഒരു തീരുമാനത്തിലെത്തുന്നു. ഈ കൊല്ലപ്പെട്ട ആളുകളുടെ ഈ ഫ്യൂണറൽ ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്പസമയത്തേക്ക് യുദ്ധം നിർത്തിവെക്കാമെന്ന്. അങ്ങനെ യുദ്ധം നിർത്തിവെച്ച സമയത്ത് രണ്ടു കൂട്ടരും അവരുടെ കൊല്ലപ്പെട്ട ആളുകളുടെ ഫ്യൂണറൽ ചടങ്ങുകളൊക്കെ നടത്തുകയാണ്. ബുക്ക് 12 ദ ഫൈനൽ ബാറ്റിൽ. ദ ഫൈനൽ ബാറ്റിൽ ബിറ്റ്വീൻ ഈനിയസ് ആൻഡ് ടേർണസ്. അങ്ങനെ അവസാനം ഈനിയസും ടേർണസും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. യുദ്ധത്തിൻ്റെ അവസാനം ഈനിയസ് എമേർജസ് വിക്ടോറിയസ് ഫുൾഫില്ലിങ് ഹിസ് ഡെസ്റ്റിനി. അങ്ങനെ ഈനിയസ് ആ യുദ്ധത്തിൽ വിജയിച്ചിട്ട് ഈ റോമ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ അവിടെ സ്ഥാപിക്കുന്നതോടു കൂടിയിട്ടാണ് ദ ഇനിയഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈനിയസിൻ്റെ ഈ ട്രോജൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം റോമ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയുടെയും ആ യാത്രയുടെ പ്രതിബന്ധങ്ങളുടെയും ആ യാത്രയുടെ അവസാനം അതിൽ വിജയിക്കുന്നതിൻ്റെയും കഥയാണ് നമ്മൾ ഇത് ഇനിയഡിൽ കാണുന്നത്. ഇതിൻ്റെ നോട്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഇനി എപ്പിക് ഓഫ് ഗിൽഗമേഷ് കൂടിയുണ്ട്. അതുകൂടി ചേർത്തുകൊണ്ട് ഒന്നാമത്തെ മൊഡ്യൂളിലെ എല്ലാ എപ്പിക്കുകളുടെയും നോട്ട്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.